ഈ ഒരു കേക്ക് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേക്കാണല്ലേ, പൊതി കേക്ക്. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു കേക്കാണ്, നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കേക്കാണല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാൻ കാണും നമുക്ക്. നമ്മുടെ ആ ഓർമ്മകളും നമ്മൾ കുട്ടിക്കാലത്ത് വാങ്ങിക്കഴിച്ചിരിക്കുന്ന ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഓർമ്മ വരും ഈ ഒരു കേക്ക് കാണുമ്പോൾ. അപ്പോൾ അതേ രീതിയിൽ അതേ ടേസ്റ്റിലുള്ള ബേക്കറികളിൽ നിന്നൊക്കെ അതിനേക്കാളും നല്ല ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. സൂപ്പറാണ്. ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന കേക്കുമാണ്. അപ്പോൾ എനിക്ക് കുറേ ഈ ഒരു കേക്കിൻ്റെ റീല് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കുറേ മെസ്സേജസും പിന്നെ എന്താ പറയുക ഓർഡേഴ്സും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദയിലോട്ട് ബേക്കിംഗ് പൗഡർ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി വേറൊരു ബൗളിലോട്ട് കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ആ ബട്ടറിലോട്ട് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ തടിത്തവി ആണെങ്കിലും മതിയാവും. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബീറ്റർ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസും പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൈനാപ്പിൾ എസൻസ് മസ്റ്റാണ്. പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഈ ഒരു കേക്കിന് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ഇതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദയും പാല്, ഞാൻ കാച്ചിയ പാലാണ് കേട്ടോ, തണുപ്പിച്ചെടുത്ത പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഇടകലർത്തി നമുക്ക് ബാച്ചസ് ആയിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു ബീറ്റർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ പറയുക, ഒരു തടിത്തവി കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ കൊണ്ടോ മിക്സ് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് തുടരെ തന്നെ ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. ബീറ്റർ വേണ്ട, ഇതിന് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബീറ്റർ എടുത്തത്. ലാസ്റ്റ് കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പാനിൻ്റെ സൈസ് 8 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 8 ഇഞ്ച് പാനിലോട്ട് ഞാൻ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് ഞാനൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓവന് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. 30 to 35 മിനിറ്റ്സ് എനിക്ക് നല്ല അടിപൊളിയായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ മുകൾ ഭാഗം ഞാനൊന്ന് മുരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മുരിക്കാതെ നമുക്ക് ചെയ്യാം. ഞാനൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതിവിടെ ഒരു സ്ലൈസാക്കി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ അടിപൊളി നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു പാടയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മുകൾ ഭാഗത്തുള്ള. ഇനി നമുക്ക് ബട്ടർ പേപ്പർ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഇനി റാപ്പിംഗ് ആണ് കേട്ടോ. ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം. അതാ ഇതേപോലെ നമ്മൾ മുട്ടായികളൊക്കെ ഇങ്ങനെ പൊതിയുന്ന പോലെ കടലാസിൽ ഇങ്ങനെ പൊതിഞ്ഞ് 2 സൈഡും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ബേക്കറികളിലെ റേറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ പീസ് 15 to 20 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ എടുക്കുന്ന സൈസ് അനുസരിച്ച് നിങ്ങൾ റേറ്റ് ഇട്ടാൽ മതിയാവും. പിന്നെ നിങ്ങളുടെ ഏരിയ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയും ഇതിന് പ്രൈസിന് വ്യത്യാസം വരും. പിന്നെ എടുക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രൈസ് ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നവർക്ക് മാത്രമല്ല, വീട്ടിലും നമുക്ക് ഉണ്ടാക്കാം. കുട്ടികളൊക്കെ വെക്കേഷൻ അല്ലേ, അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും നല്ല ബെസ്റ്റ് കേക്കാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.